ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേയേറെ നാളുകളായിട്ട് പ്രേക്ഷകർ എപ്പോഴും സോഷ്യൽ മീഡിയ ഞാൻ കാണാറുള്ളൊരു ചോദ്യമാണ് ജീവ അപർണ ഇവർ വേർപിരിഞ്ഞോ എന്നുള്ള. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പ്രേക്ഷകർ നെഞ്ചിലേറ്റിയ രണ്ടുപേരാണ്. ഒന്നാമതായിട്ട് കാഴ്ചയ്ക്ക് രണ്ടുപേരും സഹോദരന്മാരാണോ എന്ന് തോന്നുന്ന രീതിയിൽ ഒരേപോലെ ഇരിക്കുന്ന രണ്ടുപേര്. അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ അത് തന്നെയല്ലാതെ അവർ പഴയ ഇന്റർവ്യൂ വളരെ ആൾക്കാർക്ക് അവർ മോഡലാണ്, അവരെ അനുകരിക്കാം. അതേപോലെ പ്രണയിച്ച് വിവാഹം കഴിച്ചിട്ട് അതേപോലത്തെ ഒരു ലൈഫ്, 1 കോടിക്ക് മേലെ വീടൊക്കെ അവർ പണിതിട്ടുണ്ട്. അപ്പൊ അതുപോലത്തെ ഒരു ലൈഫാണ്. ആ ലൈഫിൽ അവർ ഇന്റർവ്യൂലൊക്കെ കൊടുക്കുമ്പോഴും പറയുന്ന പല കാര്യം, ഒരു ദാമ്പത്യം വിജയിക്കാനുള്ള കാര്യം, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്യുന്നതും കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും വലുതെന്നും ഒക്കെ പറഞ്ഞ് അവര് പറയുന്നുണ്ട്. അപ്പൊ പഴയ ഇന്റർവ്യൂ ഒക്കെ ഒന്ന് കണ്ടു. ഞാനും ജീവയും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. ഞാൻ ജീവയുടെ വർക്കിൽ അല്ലെങ്കിൽ ജീവയ്ക്കുള്ള, ഫോർ എക്സാമ്പിൾ ജീവ ഹാസ് ലോട്ട് ഓഫ് ഗേൾ ഫാൻസ്, കുറേ പേരുണ്ട്. അപ്പോൾ ജീവയുടെ ഗേൾ ഫാൻസ് ജീവയ്ക്ക് മെസ്സേജ് അയക്കുന്ന കണ്ട് എനിക്ക് ചെറിയൊരു സംശയം തോന്നിയാൽ മതി, ട്രസ്റ്റ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ തീർന്നു. ലൈക്ക് ഇഫ് ഐ എം സമ്മൺ ഓക്കെ വെട്ടൊന്ന് മുറി 2 അങ്ങനത്തെ സ്വഭാവമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എപ്പോഴും ഡിവോഴ്സ് ആയനെ. എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ഡിവോഴ്സസ് ഒക്കെ സംഭവിക്കുന്നത്, I won't say adjustment, I won't say sacrifice, because that 2 terms are bullshit in your relation. അതൊന്നുമല്ല, അഡ്ജസ്റ്റ്മെന്റും സാക്രിഫൈസ് ഒന്നുമല്ല. Communication, just like he said, transparency is very, very, very important. Super important. It is your partner. It is your, like you are a couple. You should have that transparency. You shouldn't be hiding anything from that person. ഒന്നും ഹൈഡ് ചെയ്യാൻ പാടില്ല. എന്തിന് ഇങ്ങനെയുള്ള വാക്കുകൾ, കമ്മ്യൂണിക്കേഷൻ, അതായത് എല്ലാം തുറന്നു പറയണം, പരസ്പരം ഒന്നും മറച്ചു വെക്കരുത്. അതാണ് ഏറ്റവും ആവശ്യം എന്നുള്ള. പരസ്പരം റെസ്പെക്ട്, പരസ്പരം കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ ഇവർ ഒത്തിരി ഉപദേശങ്ങൾ ഇങ്ങനെ വന്നിരുന്ന് വ്ലോഗ് ചെയ്ത് പ്രേക്ഷകർ അതെല്ലാം അതേപടി റിയാലിറ്റിയും റീൽസും വേറെയാണെന്നൊന്നും അറിയാതെ അതേപടി നെഞ്ചിലേറ്റിയവരാണ് ഇവർ. വേർപിരിഞ്ഞിട്ട് സോഷ്യൽ മീഡിയ അറിയിക്കാതെ കുറേ നാളായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് മനോരമ അത് എടുത്തിട്ടിട്ടുണ്ട്. അതിന്റെ താഴെ ഒരു കമന്റ് വന്നപ്പോൾ നിങ്ങളുടെ വിവാഹ വാർഷികമല്ലേ എന്നൊരു ആരാധകൻ ചോദിച്ചപ്പോൾ അതൊക്കെ കഴിഞ്ഞ കഥയല്ലേ എന്നുള്ള രീതിക്ക് അപർണ മറുപടി പറയുകയും ചെയ്തു. അപ്പം ആദ്യമായിട്ട് ഈ ന്യൂസ് വെളിയിൽ ഇപ്പൊ ഇവർ തമ്മിൽ വേർപിരിഞ്ഞു എന്ന് കൺഫേം ആയിട്ട് പറഞ്ഞിരിക്കുന്ന മനോരമയാണ്. അതേസമയത്ത് കുറെ നാളുകളായിട്ട് ആൾക്കാർ എന്നിട്ടിപ്പോ എന്തായി എന്ന് ചോദിക്കുന്നുണ്ട്. ഇങ്ങനത്തെ പഴയ ഇന്റർവ്യൂ ഒക്കെ കാണും. ഇപ്പൊ 6 മാസം മുന്നേ കൊടുത്ത പുതിയ ഇന്റർവ്യൂല് ഈ കമ്മ്യൂണിക്കേഷൻ കാര്യമൊക്കെ തുറന്നു പറയുന്നുണ്ട്. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല, അങ്ങനെ എല്ലാം ഒന്നും പറയണ്ട എന്നുള്ള മാറ്റം വന്നു തുടങ്ങി. അതായത് ഇവരൊക്കെ ചെറിയ പിള്ളേർ ജീവിക്കാൻ അങ്ങോട്ട് തുടങ്ങുമ്പോൾ തന്നെ കടിച്ചാൽ പൊട്ടാത്ത വലിയ വലിയ ഉപദേശങ്ങൾ, ജീവിച്ച് മടുത്തവരൊക്കെ ഇവിടെ ഇരിക്കുമ്പം 10-40 വർഷം ദാമ്പത്യം കഴിഞ്ഞവരൊക്കെ നിൽക്കുമ്പോൾ അവരെ പോലും ഉപദേശിക്കുന്ന പോലെ 2 ദിവസമായോ കല്യാണം കഴിഞ്ഞിട്ട് 2 ദിവസമായോ ഇവര് കിടന്നങ്ങ് ഉപദേശമാണ് വളരെയധികം. ഞങ്ങള് ഇപ്പൊ ജീവയുടെ ആരാധകർ വല്ല എഴുതി എനിക്ക് പ്രശ്നമല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു വലിയ വലിയ ഉപദേശങ്ങൾ. അപ്പൊ അത് കാണുന്ന പെൺകുട്ടികളെ അങ്ങനെ വേണം, നല്ല കാര്യമാണ് എന്നുള്ളത്. പക്ഷേ നമ്മൾ മറ്റേത് ഫീൽഡിലും എവിടെയെല്ലാം വളരെ വളരെ മിടുക്കികളും എല്ലാം ആയിരിക്കാം. അങ്ങനെയാണ് നമ്മൾ കരിയറിലൊക്കെ വളരെ മിടുക്കന്മാര്. പക്ഷെ ദാമ്പത്യത്തിൽ ഈ വക കോഴ്സുകളൊന്നും ഏക്കില്ല എന്നുള്ള ഒരു വലിയ സത്യമുണ്ട്. അത് വേറൊരു അനുഭവമാണ്. വേറെ എവിടെയെല്ലാം മേഖല മിടുക്കന്മാരുടെ ആണെങ്കിലും ദാമ്പത്യം ചിലപ്പോൾ പരാജയമായിരിക്കും. അത് ആണാണേലും പെണ്ണാണേലും അവിടെ നിൽക്കണേ, അതിന് വേറൊരു പ്രത്യേകിച്ചൊരു കഴിവ് വേണം. അതങ്ങനെയാണ്. ഇപ്പൊ പുതിയ ഇന്റർവ്യൂ ഒക്കെ പൊതുവെ പാർട്ട്നേഴ്സിന്റെ ഇടയിൽ വേണമെന്നാണോ വാട്ട് യു ഫീൽ? നോട്ട് റിയലി. അത്രയും വേണ്ട, അത്രയും ട്രാൻസ്പെറൻസി വേണം എന്ന് പറയുന്ന ഒരാളല്ല ഞാൻ. കുറച്ചൊക്കെ ആവാം. നമ്മൾ എന്തിനു വേണ്ടി അത് യൂസ് ചെയ്യുന്നു, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അത് എല്ലാം ഒന്നും നമ്മളെല്ലാവരോടും ഓപ്പൺ ആവണം എന്ന് ഞാൻ പറയില്ല. കുറച്ചൊക്കെ നമ്മുടെ സീക്രസിയിൽ അത് വെക്കുന്നത് തന്നെയാണ് നല്ലത്. നമ്മളൊരാളോട് ഡിസ്കസ് ചെയ്യണം, അത് പാർട്ട്ണറോടാണെങ്കിൽ പോലും ഡിസ്കസ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരാളല്ല. അങ്ങനെ എല്ലാം ഒന്നും തുറന്ന് പറയണ്ടെന്ന് ജീവിത അനുഭവത്തിൽ നിന്ന് മനസ്സിലായി. കാരണം ദാമ്പത്യത്തെ കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് ആദ്യകാലത്തെ പ്രണയത്തിനും സ്നേഹത്തിനും ഒക്കെ മങ്ങലേക്കുമ്പോൾ ചില ആൾക്കാർ, എല്ലാവരും അല്ല, ചില കാര്യങ്ങളൊക്കെ മറയ്ക്കാൻ തുടങ്ങും. വേറെ ആൾക്കാരോട് ആരോടേലും ഒക്കെയുള്ള ഇഷ്ടങ്ങളൊക്കെ അന്നേരം മറച്ചു തുടങ്ങും. അപ്പൊ അതൊന്നും തുറന്നു പറയില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഈ ആദ്യകാലത്ത് ഇവര് തമ്മിൽ നല്ല പ്രണയം നിൽക്കുമ്പോഴാണ് ഞങ്ങളെല്ലാം തുറന്നു പറയുന്നത്. പിന്നെ പോകെ ആ പ്രണയത്തിന് മങ്ങലയിട്ടിട്ട് ആ മക്കളും കൂടെ ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ അപ്പൊ അത് സ്നേഹമായിട്ട് വഴിമാറും. പ്രണയം ഒന്ന് മാറി നിൽക്കും, എന്നിട്ട് അത് പിന്നെ സ്നേഹമായിട്ട് മാറും. കുറച്ചുകൂടെ കഴിയുമ്പോൾ ആ സ്നേഹത്തിനും ചെറുതായിട്ടൊക്കെ ഒരു മങ്ങലൊക്കെ വരും ചിലർക്കൊക്കെ. എന്നാലും കുട്ടികളുണ്ട്, കുട്ടികൾ ദാമ്പത്യം എന്ന ചങ്ങലയിലെ കണ്ണികളാണ് കുട്ടികൾ എന്നറിയാം. കുട്ടികൾക്ക് വേണ്ടിയൊക്കെ പോകും. ഇവര് പണ്ട് പറഞ്ഞത് അഡ്ജസ്റ്റ്
അഡ്ജസ്റ്റ്മെന്റ് അങ്ങനത്തെ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ പണമാണ് വലുതെന്ന് പറയുന്നത്. മണി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ബിക്കോസ് മണി കംസ് ഫസ്റ്റ്. മണി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിലെ ബാക്കി എല്ലാ കാര്യങ്ങളും സിമ്പിളായിട്ട് നടത്താം. റിലേഷൻഷിപ്സ് ആണെങ്കിലും എനിത്തിങ് ആൻഡ് എവറിത്തിങ് യു ക്യാൻ ഗെറ്റ് ഇഫ് യു ഹാവ് മണി. നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ, ഇഫ് യു ഹാവ് മണി ദർ വിൽ ബി ലോട്ട് ഓഫ് പീപ്പിൾ അറൗണ്ട് യു, ബിഹൈൻഡ് യു, വിത്ത് യു, എപ്പോഴും ഉണ്ടാവും. സോ കാര്യം സാമ്പത്തികമാണെന്നുള്ളത് ആണ്. ദാറ്റ് മണി ഈസ് എവറിത്തിങ്. മണി കാൺട്ട് ബൈ യു ഹാപ്പിനെസ്. ഐ ഹവ് ഹേർഡ് ദാറ്റ് മണി കാൺട്ട് ബൈ യു ഹാപ്പിനെസ് ആൻഡ് ഐ എം കംപ്ലീറ്റ്ലി അഗേൻസ്റ്റ് ഇറ്റ്. മണി വിൽ ഗെറ്റ് യു ഹാപ്പിനെസ്. മണി ക്യാൻ ആക്ച്വലി ബൈ ഹാപ്പിനെസ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പണമാണ് വലുത്. ആ ഒരു കാര്യം അപർണ പറഞ്ഞത് വളരെ ശരിയാണ്. പണമാണ് എല്ലാത്തിനും മുകളിൽ. പണത്തിന്റെ മീതെ പരുന്തും പറക്കെന്ന് പറഞ്ഞ് എല്ലാത്തിനും മീതെ പണമാണ്. പണം വേണം. പക്ഷേ ഇന്നൊരു കമന്റ് അപർണ ഇങ്ങനെയൊക്കെ പറയുന്നതിന്റെ താഴെ വന്ന ഒരു കമന്റ് ഞാൻ കണ്ടു. പണം സ്ത്രീകൾ സ്വന്തമായിട്ട് സമ്പാദിച്ച് പണം സമ്പാദിക്കുന്ന വളരെ നല്ലതാണ്, സ്വന്തം കാലിൽ നിൽക്കുന്നതല്ലാണ്. പക്ഷേ സ്വന്തം കാലിൽ നിന്ന് കഴിയുമ്പോൾ ആ കാൽ കീഴിലാവണം പുരുഷൻ എന്ന് ചിന്തിക്കരുതെന്ന്. അത് ഒരു വലിയൊരു പോയിന്റാണ്. പണം നേടുന്നതും സ്വന്തം കാലിൽ നിൽക്കുന്നതും ഒക്കെ നല്ലതാണ്. മനോരമ ഇട്ടത് കേൾക്കുമ്പോൾ ഏറെ സങ്കടമുണ്ട്. പ്രശ്നങ്ങൾ സംസാരിച്ച് തീർക്കും. ജീവയും അപർണയും വേർപിരിഞ്ഞു എന്ന് തന്നെ അവരിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ വളരെ സങ്കടമുണ്ട്. നിങ്ങളെ രണ്ടുപേരെ ഒരുമിച്ച് കാണാനാന്നും പറഞ്ഞൊക്കെ അങ്ങനെ മനോരമ ഇട്ടിട്ടുണ്ട്. ജീവ പണ്ട് ഈ പ്രണയം എങ്ങനെയായിരുന്നു എന്ന് പറയുന്നു കേൾക്കാം. ജീവ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ സാഹസം എന്താണ്? ഇനി അവസരം ഒത്തു വന്നാൽ അത് വീണ്ടും ചെയ്യും. ഇനി അവസരം ഒത്തു വന്നാൽ ചെയ്യില്ല. ഏറ്റവും വലിയ സാഹസം എന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ടൊരു ഗേൾഫ്രണ്ട് ഉണ്ട് കാലിക്കട്ട്. അപ്പൊ വീട്ടിൽ പറയാതെ ആ കുട്ടിയുടെ കൂടെ കാലിക്കട്ട് ട്രെയിനിൽ വന്നതാണ്. ഈ ജീവിതത്തിൽ എനിക്ക് ആ സാഹസം ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഒരു സാഹസം വീട്ടിലിരിപ്പുണ്ട്. ഈ അടുത്ത് അപർണ മറ്റൊരാൾക്കൊപ്പമാണ് കാറിൽ വന്നിറങ്ങിയത്. ഇവര് രണ്ടുപേരോട് കൂടി 1 കോടി രൂപ വില വരുന്ന വീടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ പഴയ ആൾക്കാർ പറയുന്ന പോലെ ഏട്ടിലെ പശു പുല്ല് തിന്നുക എന്ന് പറയുന്ന പോലെ കല്യാണം കഴിച്ച് പ്രണയിച്ച് കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിച്ച ഉടനെ തന്നെ വളരെ എല്ലാവരെയും ഉപദേശിക്കുന്ന രീതിയിലുള്ള മാതൃകാ ദമ്പതികളാകുന്നു വരുന്നു. എല്ലാവർക്കും പുതിയ തലമുറയ്ക്കെല്ലാം വളരെ ഇവരെ ഇഷ്ടമാകുന്നു. ഇവര് കാഴ്ചയ്ക്കും രണ്ടുപേരും ഒരേപോലെ ഇരിക്കുന്ന ആൾക്കാര്, അതുകൊണ്ട് നമുക്ക് ഇഷ്ടമാകും. അതേപോലെ തന്നെ പിന്നെ യഥാർത്ഥത്തിൽ ഇവർ പറയുന്ന എടുക്കുന്നതൊക്കെ കുറെയൊക്കെ കേൾക്കുമ്പോൾ നമുക്കും ജീവിതമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളാണ് എന്നൊക്കെ തോന്നും. പക്ഷെ ഇതൊന്നും പറച്ചില്, ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറച്ചില് മാത്രമേ നടന്നിട്ടുള്ളൂ. ഇതൊന്നും അവരവരുടെ ലൈഫിൽ പ്രാവർത്തിയാക്കിയിട്ടില്ല. പ്രാവർത്തിയാക്കിയിരുന്നുവെങ്കിൽ അവർ ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും നല്ലതെന്ന്. ആ കമ്മ്യൂണിക്കേഷൻ മതി ജീവിച്ചു പോകാൻ, വേർപിരിയാതെ ജീവിച്ചു പോകാൻ. അപ്പൊ അവർ ആ കമ്മ്യൂണിക്കേഷൻ ശരിക്കും ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും നിലവിലിപ്പം അവര് വേർപിരിഞ്ഞെന്നുള്ളതാണ് വാർത്ത. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.